ഞാൻ ദിലീപ് സാറിൻ്റെ ബനിയൻ ഇട്ടപ്പോൾ എന്നെ കുറേ ആൾക്കാർ തെറി പറഞ്ഞു. എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു തെറ്റും കണ്ടിട്ടില്ല, ആരും ചെയ്തതും കണ്ടിട്ടില്ല, ചെയ്യാൻ പോകുന്നതും കാണാൻ ഉദ്ദേശിച്ചു. ഇനി പഴയ നടന്മാരുടെ നടികളുടെ എല്ലാ ശാരദ ചേച്ചി ഇവരെല്ലാം പടം കണ്ടു വളർന്ന ആളായി. അപ്പോൾ അന്നൊക്കെ സിനിമയിലെ എല്ലാവരും ഒറ്റ കെട്ടാണ്. ഇപ്പം എന്താണെന്ന് അറിയില്ല, തമ്മിൽ പോരാണ്. കാരണം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടികളൊക്കെയാണ് ഇവർ ആസൂത്രണങ്ങൾ ചെയ്യുന്നത്. ഞാൻ ദിലീപ് സാറിനെ ആദ്യം കാണുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ തോളത്ത് കൈയിട്ട ഫോട്ടോ എടുത്തിട്ടുണ്ട്. അദ്ദേഹം മാറി നിൽക്കണമെന്ന് ഒരിക്കലും പറയില്ല. മഞ്ജുവാരി കൂടുതലും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഒരു ചേച്ചിയുണ്ട്, അവർ ചുമ്മാ കിടന്ന് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബബ്ബ കണ്ടു, മോശമല്ല, നല്ല പടമാണ്. പക്ഷേ ദിലീപിനെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കവിതാ തിയേറ്റർ മൊത്തം ഇളകിയിട്ടുണ്ട്. അതെനിക്കറിയാം, മൊത്തം കവിതാ തിയേറ്റർ ഇളകി, കവിതാ തിയേറ്ററിൻ്റെ അടിത്തറ ഇളകിയിട്ടുണ്ട്. ലാലേട്ടൻ വന്നുകൂടി പടത്തിൻ്റെ പകുതി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ലാലേട്ടൻ വന്നപ്പോഴത്തേനും ദിലീപ് വരുന്നേക്കാളും സൂപ്പറായിട്ടാണ് ജനങ്ങളെ കണ്ട് ഇളകിയില്ലേ. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ജനങ്ങൾ, കാരണം ദിലീപിൻ്റെ ഫാൻസുകാരെ കൂടുതലും. പക്ഷേ ലാലേട്ടൻ വന്നു വരുന്നതിന് എന്തൊരു ഇളക്കമായിരുന്നു അറിയോ. ഭയങ്കര ഡാൻസും ഭയങ്കര ഒച്ചയും ബഹളവും ഇല്ലാത്ത പരിപാടിയില്ല. ലാലേട്ടൻ ഒന്നര വരവാണ് വന്നത്, ഒന്നൊന്നര വരവാണ് ലാലേട്ടൻ വന്നത്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കൊന്നും പറയാൻ, ഈ സിനിമ ഞാനൊക്കെ ചെറുപ്പം പോലെ സിനിമ കാണുന്നതാണ്. അതായത് എൻ്റെ 10 വയസ്സ്, എനിക്കിപ്പോൾ 65 വയസ്സാകുന്നു. അപ്പോൾ 65 വയസ്സാകുന്നത് ഞാൻ 10 വയസ്സിൽ സിനിമ കാണുന്നത്. ആ പ്രേംനസീർ, ജയഭാരതി ചേച്ചി, മധുസാർ, ജോസ് പ്രാശ്, KP ഉമ്മർ, ഈ വിൻസെൻ്റ് എന്ന് പറയുന്ന നടനൊക്കെ മരിച്ചുപോയി. അപ്പോൾ പഴയ നടന്മാരുടെ നടികളുടെ എല്ലാ ശാരദ ചേച്ചി ഇവരെല്ലാം പടം കണ്ടു വളർന്ന ആളായി. അപ്പോൾ അന്നൊക്കെ സിനിമയിലെ എല്ലാവരും ഒറ്റ കെട്ടാണ്. ഇപ്പം എന്താണെന്ന് അറിയില്ല, തമ്മിൽ പോരാണ്. ഒരാൾക്ക് ഒരാളെ കാണത്തില്ല. എന്തിനാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ചേർത്ത് നിർത്തണം. കാരണം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടികളൊക്കെയാണ് ഇവർ ആസൂത്രണങ്ങൾ ചെയ്യുന്നത് പലരും. ഞാൻ ആരാന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു തെറ്റും കണ്ടിട്ടില്ല, ആരും ചെയ്തതും കണ്ടിട്ടില്ല, ചെയ്യാൻ പോകുന്നതും കാണാൻ ഉദ്ദേശിച്ചു. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് ലാലേട്ടനും. അതുപോലെ ലാലേട്ടൻ ഒരു പ്രാവശ്യം കാറിൽ തിരുവനന്തപുരം അങ്ങോട്ട് പോയപ്പോൾ ആന്റണി പെരുമ്പാവൂരിനെ കിട്ടി. ആന്റണി പെരുമ്പാവൂർ വരുന്നോന്ന് ചോദിച്ചു കൊണ്ടുവന്ന്. ആന്റണി പെരുമ്പാവൂരാണ് ലാലേട്ടനെ വളർത്തുന്ന മനുഷ്യൻ. ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യൻ എന്തൊരു എളിമയാണല്ല. അവിടെ ഓഫീസിൽ നിന്നാൽ ഭയങ്കര എളിമയാണ്. ഒരു ഫോട്ടോ വെച്ച് എടുത്തു, പിന്നെ ചോറൊക്കെ തരുമായിരുന്നു. പിന്നെ ചില പണിക്കാർക്ക് ഇപ്പം എന്നോട് ഒരു ചെറിയ എന്തോ കുശുമ, എനിക്കതിൽ വിഷമമില്ല. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഈ സിനിമാക്കാരെല്ലാം ഓരോ ഒറ്റ കെട്ടായിട്ട് നിൽക്കണം. നടിമാരായാലും നടന്മാരായാലും എല്ലാവരും. ഞങ്ങൾ ഈ കാണികളെ ഈ സിനിമ കാണാൻ വന്നുകൊണ്ടല്ല ഇവരൊക്കെ വളരുന്നത്, അല്ലേ? അല്ലാതെ ആരെയും സിനിമ മോഹൻലാൽ വളരുന്നതന്നെ, മോഹൻലാൽ സാർ എല്ലാവരും ചേർത്ത്, മോഹൻലാൽ സാറിൻ്റെ അഭിനയം സൂപ്പറാണ്, ഒരു ഭയങ്കര കലാകാരനാണ്, നല്ല ദൈവവിശ്വാസിയാണ്, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന മനുഷ്യനാണ്. അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകം മൊത്തം അറിഞ്ഞു. തുടരും പടത്തോടുകൂടിയാണ് അദ്ദേഹം ലോകം മുഴുവൻ ശരിക്കും അറിഞ്ഞത്, പറയാതിരിക്കാൻ പറ്റത്തില്ല. മറ്റുള്ള പടത്തിലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അത്രയും നല്ല അടിപൊളി അഭിനയമാണ് തുടരും പടത്തിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ളത്. ഞാനന്ന് കരഞ്ഞുപോയി, വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ തിയേറ്ററിൽ കിടന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഇപ്പോൾ ലാലേട്ടൻ്റെ 116 ബനിയൻ അടിച്ചു. ഇപ്പോൾ ഞാൻ ദിലീപിൻ്റെ ബനിയൻ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ദിലീപ് സാറിൻ്റെ ബനിയൻ ഇട്ടപ്പോൾ എന്നെ കുറേ ആൾക്കാർ തെറി പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഊരി വെച്ച് പേടിയാണ്. കാരണം ഞാൻ മറ്റുള്ളവരെ കൊണ്ട് ജീവിക്കാൻ, എനിക്ക് വീട് പോലും ഇല്ലാത്ത ഒരാളാണ്, വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. പക്ഷേ എനിക്ക് ദിലീപ് സാറിന് ഇഷ്ടമാണ്. ഞാൻ മേരിക്കണ്ട് കുഞ്ഞാടിലാണ് ഞാൻ ദിലീപ് സാറിനെ ആദ്യം കാണുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ തോളത്ത് കൈയിട്ട ഫോട്ടോ എടുത്തിട്ടുണ്ട്. അദ്ദേഹം മാറി നിൽക്കണമെന്ന് ഒരിക്കലും പറയില്ല. മഞ്ജുവാരി കൂടുതലും ഫോട്ടോ എടുത്തിട്ടുണ്ട്, മാറിയിരിക്കാൻ പറ്റില്ല. കാവ്യമാധവൻ്റെ കൂടുതലും ഞാൻ ഫോട്ടോ എടുത്ത്, കാവ്യമാധവൻ്റെ കൂടുതൽ പടഞ്ഞ് വെന്നീസിലെ വ്യാപാരി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഷൂട്ട്. ഇപ്പം ഞാൻ 2 പടം അടുത്ത് ചെയ്തു. ചെറിയ 2 സീൻ കിട്ടി. തൊടുപുഴയായിരുന്നു ലൊക്കേഷൻ. ടോവിനോയുടെ പടമാണ്. അതായത് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന പടത്തിൽ ചെറിയ ഒരു 3-4 ദിവസത്തെ വർക്ക് കിട്ടി. പിന്നെ ദൃശ്യം 3 ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു സീൻ കിട്ടി. അത്രയ്ക്കും. അപ്പം ഞാനൊക്കെ പടം ഈ വയസ്സ് 65 ഈ എറണാകുളത്തൊന്നും പടം കാണുന്നതിനാണ്. ഇവരൊക്കെ വളരട്ടെ. എനിക്കോ വളരാൻ എന്നെ ദൈവം അനുവദിച്ചിട്ടില്ല. ഞാൻ കലാകാരൻ, ഞാൻ മാരത്തോൺ ഓട്ടക്കാരൻ, 21 കിലോമീറ്റർ ഓടും. പക്ഷേ എനിക്ക് കല ഇഷ്ടമാണ്, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അപ്പോൾ ലാലേട്ടനും ദിലീപായാലും മഞ്ജുവാരിയായാലും കാവ്യമാധവനായാലും എല്ലാവരും വളരണം. കാരണം ഇവരിൽ കോടികൾ മുടക്കിയിട്ട് ഓരോ പടം ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരെ കോടികൾ പടം പൊട്ടിയെന്ന് പറയുമ്പോൾ എൻ്റെ പൈസ മുടക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഭയങ്കര വിഷമമാണ് എനിക്ക് ഇവരുടെ പടം പൊട്ടിയെന്നൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ പൊട്ടാൻ പാടില്ല. എല്ലാവരും ഈ പടം കാണുന്നുള്ള ഒരു അഭിപ്രായക്കാരൻ. ഇവിടെ വെറുപ്പ്, ആരോടും വെറുപ്പ് വേണ്ട, വൈരാഗ്യം വേണ്ട, ഒന്നും വേണ്ട. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ പടം എല്ലാവരും കാണുക. കാരണം ഇത് ലാലേട്ടനുള്ള പടമാണ്, ദിലീപിൻ്റെ കൂടുതലാണെന്ന് അത് നമ്മൾ ദിലീപിനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കാണുക, സിനിമ കാണുക. നമ്മൾ
അത് ആ വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നത്. കാരണം അവർക്കൊന്നും വിവരമില്ല. അതുപോലെ ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഒരു ചേച്ചിയുണ്ട്. അവർ ചുമ്മാ കിടന്ന് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരാളുടെ മേത്ത് കരിയോല ഒഴിച്ചു. കരിയോല വെച്ച് കഴിഞ്ഞോടെ എനിക്ക് അവരോടുള്ള വെറുപ്പ് അവർ ഇഷ്ടം പോയി. കാരണം അവർക്ക് വിവരം എന്ന് പറഞ്ഞില്ല. വായ് വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെയാണ്. കാരണം അവർ വിദ്യാഭ്യാസമുള്ള അപ്പോൾ പണ്ട് അവർ ഞങ്ങളുടെ കോൺവെൻറ്റുകളിൽ നിന്നാണ് ചെറുപ്പത്തിൽ നിന്ന് ചോറ് കഴിച്ച് വളർന്നതൊക്കെ. അന്ന് അവർ മറക്കരുത്. വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ പണി എന്തെല്ലാം തെറ്റുകൾ വരെ ചെയ്ത മനുഷ്യൻ. ഞാൻ എന്നെ കൊണ്ട് വീട്ടുകാരും മടുത്തുള്ള നാട്ടുകാരും മടുത്ത മനുഷ്യൻ. കുറേ അതൊക്കെ എന്തെങ്കിലും ആട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നെ എല്ലാവരും മടുത്ത മനുഷ്യൻ. നമ്മളിത് എന്തിനാണ് നമ്മൾ കലയിലേക്ക് വന്നതിനാ, അല്ലെങ്കിൽ ഓടാൻ പോകുന്ന എന്തിനാ? നമ്മളെല്ലാവരും അംഗീകരിക്കണം. നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളെ അംഗീകരിക്കും. അതാണ് നമുക്ക് വേണ്ടത്. അല്ല നമ്മൾ മാറ്റിയത്. നമ്മൾ കുഞ്ഞു പിള്ളേരൊക്കെ ഞാൻ പറയും നിങ്ങൾ മക്കളെ ഓട്, അത് ലോട്ടറി വിൽക്കുക. ഞാൻ ലോട്ടറി വിൽക്കാൻ പോകുന്ന ആളാണ്. കഷ്ടപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഈ ബനിയൻ അടിച്ചു. എനിക്ക് ഇന്ന് പലപ്പോഴും പലരും അവിടെ നിന്ന് ഓഫീസിലും ഒരു 500 തരും. ഞാൻ പറയാം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം നമുക്കൊരു 500 കിട്ടിയുകൊണ്ട് നമുക്ക് അതുകൊണ്ട് തീരുമോ? ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഈ ബനിയൻ അടിക്കുന്നത്. ലാലേട്ടൻ്റെ ബനിയൻ ഞാൻ 117 ബനിയൻ അടിച്ചു. ഒരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട് അടുത്ത പടത്തിൻ്റെ പേരെന്താ മറന്നുപോയി. അടിപൊളി പടമായിരിക്കും. സാറിൻ്റെ ആ ലുക്ക് കാണണം. അവിടെ ആ പോസ്റ്ററിൽ കാണണം എന്താ ലുക്ക് എന്നറിയോ. സാർ ഇപ്പോൾ ഈ പടത്തിൽ സാർ കയറി വന്നു. ദിലീപിൻ്റെ ഒരു പകുതി കഴിഞ്ഞപ്പോൾ കയറി വന്നു. എന്താ അഭിനയം സാറിൻ്റെ. സാറ് വന്നപ്പോൾ ജനങ്ങളെ കൊണ്ട് തിയേറ്റർ മുഴുവൻ ഇളകി, അടിത്തറ വരെ ഇളകി. ഞാൻ തന്നെ അതിൽ അടിച്ചു പൊളിച്ചേൻ. ഭയങ്കര സന്തോഷമായി. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ.